ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കെഎസ്ആർടിസി ബസ്സുകൾ സർവീസ് നടത്താതിരുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടത്തും സർവീസ് നടത്താൻ തയ്യാറായി എത്തിയ ജീവനക്കാരെ സമരാനുകൂലികൾ തടയുന്ന സാഹചര്യമുണ്ടായി. വിവിധയിടങ്ങളിൽ അക്രമ സംഭവങ്ങളും അരങ്ങേറി. സംസ്ഥാനത്ത് ഹർത്താലിന്റെ പ്രതീതിയുണ്ടാക്കിയ പണിമുടക്ക് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർവീസ് നടത്താതിരുന്നതിനാൽ ജനം വലഞ്ഞു. തിരുവനന്തപുരം ജില്ലയിലടക്കം പൊതുജനങ്ങൾ കൂടുതലായും ആശ്രയിക്കുന്ന കെഎസ്ആർടിസി സർവീസുകൾ പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബസ്സില്ലല്ലോ. ബസ്സില്ലാത്ത കാരണം ബുദ്ധിമുട്ടിയിട്ടാണ് ബൈക്ക് ഓടിച്ച് ഇവിടെ വന്നിട്ട് ഇനി ചെറുകിട ഇറങ്ങി അവിടെ നിന്ന് വേറൊരു ബൈക്കിൽ കയറി ഓഫീസിലേക്ക് പോകണം. അങ്ങനെയാണ്. ഞാനിവിടെ ലോക്കൽ ഹോട്ടലിൽ താമസിച്ചിട്ട് ഇവിടെ നിന്ന് നടന്നു വരികയാണ്. ട്രെയിൻ രാവിലെ ട്രെയിനുണ്ട്. ബസ്സുകളൊന്നും ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മറ്റൊന്നെന്നാലും ഓഫീസിൽ കയറുന്ന സമയത്ത് ഓഫീസിൽ കയറിക്കൊള്ളുന്നല്ലേ പറഞ്ഞത്. അതാണ് അല്ലെങ്കിൽ ശമ്പളം കെട്ടില്ല. അത് ഇതാണ്. ചിലയിടങ്ങളിൽ പണിമുടക്കിൽ പങ്കെടുക്കാത്ത കെഎസ്ആർടിസി ജീവനക്കാർ സർവീസ് നടത്താൻ ശ്രമിച്ചെങ്കിലും സമരാനുകൂലികൾ തടഞ്ഞു. യൂണിയന്റെ നേരത്തെ നിൽക്കുന്നവർ സമരാനുകൂലികൾ തടഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ വണ്ടി പോയിട്ടില്ല. ഞങ്ങൾ ഇവിടെ കിടക്കുക. ഞങ്ങളുടെ ഉറപ്പെന്ന് പറഞ്ഞാൽ മന്ത്രി ഇന്നലെ പറഞ്ഞു സമരം നടത്തുന്നില്ല, നമ്മുടെ യൂണിയൻകാർ ഇതിൽ സഹകരിക്കും, നാളെ വാഹനം ഓടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാറ് വിളിച്ചപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും തിരിഞ്ഞൊന്നും നോക്കില്ല. എന്നും വരുന്നത് പോലെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് വന്നു. ഇപ്പോൾ ഈ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു. തമ്പാനൂരിൽ നിന്നും പോലീസ് എസ്കോർട്ടോടെ ഒരു സർവീസ് മാത്രമാണ് രാവിലെ നടത്തിയത്. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നും തമ്പാനൂരിലെത്തിയ ബസ്സുകളെ തുടർന്ന് സർവീസ് നടത്താൻ സമരാനുകൂലികൾ അനുവദിച്ചില്ല. പൊതുജനങ്ങളെ ദുരിതത്തിലാക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് ഒരു വിഭാഗം കെഎസ്ആർടിസി ജീവനക്കാർ പറഞ്ഞു. മന്ത്രി പ്രൊട്ടക്ഷൻ തരുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രൊട്ടക്ഷനും ഇല്ല. തിരിച്ച് നെയ്യാറ്റിൻകര വരെ പോകാൻ പോലും പ്രൊട്ടക്ഷൻ ഇല്ല. ഞങ്ങളെ സ്വന്തം റിസ്കിൽ പോകാനാണ് അവർ പറയുന്നത്. അല്ല, അവരെഴുതി തരത്തില്ല. വെളിയിലിരിക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററുണ്ട്, ഇതുവരെയ്ക്കും അവിടെ ഗേറ്റ് പോലും തുറന്നിട്ടില്ല. അയാൾ അവിടെ ഡ്യൂട്ടിക്ക് വന്ന അയാളാണ് എഴുതി വിടേണ്ടത്. അദ്ദേഹം പോലും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. രാവിലെ ഈ ജനങ്ങളെല്ലാം ഇവിടെ വന്ന് വലഞ്ഞു. ഈ യൂണിയൻകാർ ഈ ബാത്റൂമുകളെല്ലാം അടപ്പിച്ചു. ട്രെയിനിൽ വന്ന ഒത്തിരി സ്ത്രീകളടക്കം ഇവിടെ വന്ന് ബാത്റൂമിൽ പോകാൻ പറ്റാതെ ഇവിടെ കിടന്നലഞ്ഞു. ഈ ബാത്റൂമിൽ എവിടെ പോകും? ഈ കെഎസ്ആർടിസിക്കകത്തുള്ള ബാത്റൂമെങ്കിലും തുറന്നു കൊടുക്കണ്ടേ? ജനങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നില്ലേ? കെഎസ്ആർടിസി സർവീസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിലടക്കം സമരാനുകൂലികൾ ബസ്സുകൾ തടഞ്ഞു. തിരുവനന്തപുരത്ത് ബസ് ടെർമിനലിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്ന വഴിയിൽ ബസ്സുകൾ കുറുകെയിട്ട് തടസ്സമുണ്ടാക്കി. പലയിടത്തും സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ തർക്കമുണ്ടായി. മൂവാറ്റുപുഴ വെള്ളൂർ കുന്നത്ത് സമരാനുകൂലികൾ കെഎസ്ആർടിസി ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്തു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമപ്രവർത്തകനെയും സമരാനുകൂലികൾ മർദ്ദിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബസ് ഡ്രൈവർക്ക് നേരെയും വിതുരയിൽ കണ്ടക്ടർക്ക് നേരെയും ആക്രമണമുണ്ടായി. അതേസമയം പണിമുടക്ക് കേരളത്തിലെ ട്രെയിൻ സർവീസിനെ ബാധിച്ചില്ല. റെയിൽവേ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ പോലീസ് വാഹനങ്ങൾ ഒരുക്കിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രക്കാർക്കായിരുന്നു പോലീസ് വാഹന സൗകര്യം ഏർപ്പെടുത്തിയത്. ഗതാഗത മന്ത്രിയുടെ വാക്കുകൾക്ക് തീർത്തും കടകവിരുദ്ധമായിട്ടായിരുന്നു കെഎസ്ആർടിസി യൂണിയനുകൾ ഇന്ന് പണിമുടക്കിൽ പങ്കെടുത്തത്. പണിമുടക്കിൽ പങ്കെടുക്കാൻ താൽപര്യമില്ലാതിരുന്നവരെ പോലും ജോലി ചെയ്യാൻ അനുവദിക്കാതെ ജനജീവിതം ദുസ്സഹമാക്കുന്ന സാഹചര്യമായിരുന്നു ഇന്നുണ്ടായത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ജയകുമാറിനൊപ്പം BS അനന്തു, ദൂരദർശൻ ന്യൂസ്.